ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ ശൈഖുന മാണിർ ഉസ്താദ് വിട പറഞ്ഞത് അറിയുമല്ലോ. ഒരു വലിയ അത്ഭുതമാണ് അവരുടെ ജീവിതവും അതുപോലെ മരണവും. ഇതുപോലെ അത്ഭുതമുള്ള ഒരു ജീവിതവും മരണവും കൂടുതലായൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ചെറുപ്പം മുതൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ പിതാവ്, ആ പിതാവിൽ നിന്നാണ് അവർക്ക് ഈ അസറും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. തഖ്വ പൂർണ്ണമായി ലഭിച്ചത് സ്വന്തം പിതാവിൽ നിന്നാണ്. പിതാവാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതും. കോളേജിലേക്ക് അയക്കുന്നതിന് കുറച്ച് മുമ്പാണ് പിതാവ് വഫാത്തായത്. അപ്പോൾ പിതാവിന് ഞങ്ങൾ 4 സഹോദരന്മാരാണ്. അതിൽ മൂത്തവരാണ് മഹാനായ മാണിർ ഉസ്താദ്. അപ്പോൾ അവർ മരണത്തിന് വേണ്ടി കുറേ മുമ്പേ ഒരുങ്ങി നിൽക്കുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വസിയത്ത് ചെയ്ത് വെക്കുകയും ചെയ്തിരുന്നു. രോഗം വരുന്നതിനും ഏകദേശം 2 വർഷം മുമ്പ് എല്ലാം കൃത്യമായി വസിയത്തായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഖബർ ഇവിടെ വെക്കാനുള്ള കാരണം അത് പലരുടെയും പല മഹാത്മാക്കളുടെയും നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഖബറിന് നല്ലൊരു ഭദ്രതയുണ്ട്. അതുപോലെ കുടുംബത്തിൻ്റെ ദുആ എല്ലാ സമയത്തുമുണ്ട്. പിന്നെ ഖബർ ഇവിടെ വെക്കാനുള്ള ഒരു പ്രധാന കാരണം ഓരോ മകള് ഫാത്തിമ. അപ്പം ഫാത്തിമ മകളെ ഗർഭം ധരിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിലാസിനി പറഞ്ഞ് കുട്ടിയെ എടുത്തു കളയണം, അപകടമാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വല്ലാതെ ബേജാറായി. പുറത്തിറങ്ങി ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജ് തന്നാൽ മതി, മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടു. ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പം 4 മാസമാകുമ്പോൾ റൂഹുണ്ടാവുമല്ലോ, ജീവനുണ്ടാകുമല്ലോ. അപ്പോൾ മഹാനായ മർഹൂം PKP ഉസ്താദ് പറഞ്ഞു, മാണിയൂരെ ഒന്നും പേടിക്കണ്ട, ചെറുകുന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി, എല്ലാം റാഹത്തായി വരുമെന്നാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞ് രക്തക്കുറവാണ്, രക്തം കയറ്റിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓറ് മനസ്സിൽ കരുതിയിരുന്നു മകളെ ഈ കുട്ടിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുക്കണമെന്ന് വേറൊരു നിയ്യത്തായിരുന്നു. അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ്. അങ്ങനെ അബ്ദുൽ സമദാൻ്റെ കോളേജിലും മറ്റും ചേർത്തിട്ട് അൽഹംദുലില്ലാ ഖുർആൻ ഹിഫ്ളാക്കി കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഓറെ വലിയൊരു ആഗ്രഹമാണ് സ്ഥിരമായി ഖുർആൻ ഓതുന്നത് കേൾക്കണം. കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും എന്നോർ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. ആ റഹ്മത്ത് തന്നെയാണ് ഇവിടെ കണ്ടത്. കാരണം ഒരു കാരണവശാലും ആ കറാമത്ത് ഇങ്ങനെ കൂടുതൽ നിലനിന്ന് പോകേണ്ട ഒരു ചുറ്റുപാടല്ല ഇന്നത്തെ കാലം. അതോടുകൂടി അതിങ്ങനെ നിന്ന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഖുർആൻ ഓത്തിൻ്റെ കറാമത്താണ്. അങ്ങനെ സ്വന്തം ചെറിയൊരു അടുപ്പ് അവിടെ ഉണ്ടാക്കി ഈ മകൾക്ക്, ഈ ഡോക്ടറെ എടുത്തു കളയണമെന്ന് പറഞ്ഞ ആ മകൾക്ക് അവിടെ ഒരു ഹിഫ്ള് ക്ലാസ്സും തുടങ്ങിക്കൊടുത്തു. ഇന്നും 10-15 കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ സമയത്തും വന്നിട്ട് ആ മകളുടെ ആ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലാണ്, ഈ ഖബറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഹിഫ്ള് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ഖുർആനോത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നിയ്യത്താക്കിയിട്ടാണ് ഖബർ ഇവിടെ തന്നെ വേണമെന്ന് വസിയത്ത് ചെയ്തത്. പിന്നെ സാധാരണ പറയാറുണ്ട്, ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സമയത്ത് എന്നെ ഖബറിൽ വെക്കണോ, ഏതെങ്കിലും ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഖബറിൽ വെക്കണം. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് അസ്ർ ബാങ്ക് കൊടുക്കലോടുകൂടി വെക്കണമെന്ന്. അതിനനുസരിച്ചിട്ടാണ് നിയന്ത്രിച്ചതും. പിന്നെ ഈ ജനാസ തൃക്കരിപ്പൂരേക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. പക്ഷേ തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമയം കിട്ടിയില്ല. കാരണം 10-50 വർഷം അവിടെ ജോലി ചെയ്ത ഉസ്താദാണല്ലോ. ഒരു ജീവിതത്തിൽ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇന്നും മരണം വരെ പ്രിൻസിപ്പാൾ തന്നെ. ഒരു കാരണവശാലും എന്ത് പറഞ്ഞിട്ടും അവരത് മാറ്റിയിട്ടുമില്ല.
അപ്പം തൃക്കരിപ്പൂരേക്കും കൂടി പോകാതിരുന്നത് അസറിന് മുമ്പായിട്ട് തന്നെ അസറ് വാങ്ങി കൊടുക്കലോടുകൂടി കബറെടുക്കണം. ഓർക്ക് ഏതായാലും സാധിക്കില്ല, തിരക്കാണല്ലോ. പിന്നെ മഗ്‌രിബായ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ആ ദിവസവും നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് വേണം, അസർക്ക് തന്നെ കബറെടുക്കണം. അപ്പോൾ അസറ് വാങ്ങി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്നു, നമ്മൾ മയ്യത്തെടുത്ത് അവിടെ എത്തി ഫാത്തിഹ ഓതി ദ്വാരക്കുമ്പോൾക്ക് വാങ്ങി കൊടുക്കണം. പക്ഷേ ഇവിടുന്ന് മയ്യത്തെടുക്കാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കബറിലേക്ക് താഴ്ത്തിയാൽ കബറിൽ അദാബ് ഉണ്ടാവില്ല എന്ന്, അതാണ് ആ പറഞ്ഞത്. അപ്പം ബാങ്കും ഇതുമായിട്ട് ഒത്തു കിട്ടണം. അതിനായിട്ട് കാത്തു നിൽക്കണമെന്നല്ല പറയുന്നത്, ആ സമയം അതുമായിട്ടൊന്ന് ഒത്തു കിട്ടുക. പിന്നെന്താ ചോദിച്ചു? പിന്നെ ഈ രോഗം വന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ നിസ്കാരം ഒഴിവായിട്ടില്ല. ഖളാകുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കും. ജുമാക്കും പോയിരുന്നു, കുറഞ്ഞ ജുമായ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. ജുമാക്ക് കൃത്യമായിട്ട് മക്കളൊക്കെ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകും. ജുമായ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ രാത്രി സ്വബിക്ക് മുമ്പ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി കഴിയലോടുകൂടി ഏകദേശം 5 മണി ആയിട്ടുണ്ടാവും. അസ്മാഉൽ ഹുസ്ന ചൊല്ലി കഴിയലോട് കൂടിയാണ് റൂഹ് പോയത് എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത്, മക്കൾ പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അവർ നല്ലൊരു മരണം കാണണമെന്ന്. അൽഹംദുലില്ലാ, അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, സുബഹിയോടടുത്ത സമയം. അപ്പോൾ അന്നലക്ക് അതുകൊണ്ട് എല്ലാ നിലക്കും സുബ്ഹാനല്ലാഹ് മുഖലക്ഷണം എല്ലാം കൂടി നോക്കുമ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കറാഹത്ത് പോലും ഓർ ചെയ്തിട്ടില്ല. ഒരു എറുമ്പിനെ പോലും വേദനിപ്പിച്ച ഒരു അനുഭവം ഞങ്ങളുടെ അറിവിലില്ല. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചത്, ഈ വിനീതനായ എന്നെ പഠിപ്പിച്ചത് ഓർ മാത്രമാണ്. പിന്നെ ചെറിയ ചെറിയ ഉസ്താമാർ മദ്രസൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തൃക്കരിപ്പൂർ 10 വർഷം പഠിപ്പിച്ച് കുട്ടികളോടെല്ലാം ഉസ്താദ് പറഞ്ഞു എല്ലാവരും ബാക്കിയാത്തിലേക്ക് തന്നെ പോകണോ. ഞാൻ കമ്മിറ്റിക്ക് എഴുത്തും കൊടുത്തു. അങ്ങനെ അവസാനം ബാക്കിയാത്തിലെത്തിയത് ഞാൻ മാത്രമാണ്. ഞാൻ ഉസ്താദിൻ്റെ ഒരു കറാമത്ത് പറയുന്നതാണ്. അവസാനം ബാക്കിയാത്തിലേക്ക് പോയത് ഞാൻ മാത്രം. മറ്റു കുട്ടികൾക്ക് ചില അസൗകര്യം കാരണം പട്ടിക്കാട് അടിയുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയത്. അപ്പം ഈ ബാക്കിയാത്തിലെത്തിയപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ചു, മോനെ നീ എങ്ങനെ സ്വന്തം പോവുക? അത് പേടിക്കാനില്ല ഉസ്താദ്, ഞാൻ പോയിക്കൊള്ളുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്വന്തം പോണ്ട, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരും എൻ്റെ കൂടെ പറ്റില്ല, കാരണം സെലക്ഷൻ പരീക്ഷൻ്റെ കിതാബൊന്നും നോക്കിയിട്ടില്ല, പട്ടിക്കാടതാണ് നോക്കിയത്. അതുകൊണ്ട് പിന്നെ സെലക്ഷനിൽ തോറ്റുപോയ ആളറിയുമല്ലോ, അതുകൊണ്ട് ഞാൻ സ്വന്തം പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ പോയി മുഖ്തസറിലാണ് ചേർന്നത്. 3 കൊല്ലം. സാധാരണ മലയാളികൾ അവിടെ പഠിക്കൽ 3 വർഷമാണ്, 7, 8, 9 3 വർഷമാണ് പഠിക്കൽ. മുഖ്തസർ മുത്തവ്വൽ 2 കോഴ്സാണ്. അൽഹംദുലില്ലാ ഓറ കറാമത്ത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഓർ പറഞ്ഞതുപോലെ കേട്ടത്. കാരണം ബാക്കിയാത്തിൻ്റെ ചരിത്രത്തിൽ 125 വർഷമാണ് ബാക്കിയാത്തിൻ്റെ ചരിത്രം. ഈ ബാക്കിയാത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്തസർ ക്ലാസ്സിൽ ഒരു മലയാളി കുട്ടിക്കും റാങ്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഉസ്താദിൻ്റെ ഒരൊറ്റ ദുആയും ആ പൊരുത്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ശരിയായ കാരണക്കാർ മാതാപിതാക്കളാണ്. അതാണ് ഹദീസിലുള്ളത്. ഒരു കുട്ടിയെ ജൂതനോ ക്രിസ്ത്യാനിയോ മറ്റു മതത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുത്തുന്നത് മാതാപിതാക്കളാണ് എന്ന് ഹദീസ് തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ ഒരൊറ്റ ശ്രമമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ രൂപത്തിലെത്തിയത്. കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം, ചെറിയ പ്രായമാണല്ലോ, ഒരു 20 വയസ്സിന് മുട്ടത്ത് പഠിക്കുന്ന സമയത്ത് ഒന്ന് താടി എല്ലായിടത്തും വരാൻ വേണ്ടി ഒന്ന് ബ്ലേഡ് എടുത്തിട്ടെല്ലാം ഒന്ന് മുറിച്ച് താടി പഠിച്ച് 2 ആഴ്ച ബഹുമാനപ്പെട്ട പിതാവ് ക്ലാസ് എടുക്കുമ്പോൾ മുഖത്ത് നോക്കിയിട്ടില്ല. അതാണ് ആ താടി അത്ര വലുതാകാനുള്ള കാരണം. അപ്പോൾ ഉപ്പ അത്ര സ്നേഹിച്ച് പോറ്റിയ മകനാണ്. അതുമാതിരി ഒന്നുകൂടി പറഞ്ഞു നിർത്താം. എൻ്റെ കാലിന് ഇപ്പോൾ അതിൻ്റെ അടയാളമുണ്ട്. ഇതാ സാറ് നോക്കിയാൽ കാണാം, കാലിനൊരു അടയാളമുണ്ട്. കാലിന് വലിയൊരു വ്രണം. ഞങ്ങളെല്ലാവരും മുട്ടത്ത് പഠിക്കുകയാണ്. ഞാൻ, മാണീർ ഉസ്താദ്, പിന്നെ ജേസൻ അബ്ദുറഹ്മാൻ ഫൈസി, പിന്നെ സ്വന്തം പിതാവ്, പിന്നെ 2 പുതിയാപ്പിളമാർ, ഉപ്പാൻ്റെ 2 ജാമാതാക്കൾ. ഞങ്ങളെല്ലാം അവിടെ പഠിക്കുന്ന സമയം ഞാനവിടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ
7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കാലിൻ്റെ ഈ വൃണം കൊണ്ട് തുണി ഇങ്ങനെ താഴ്ത്തിയിടാനും കഴിയുന്നില്ല, കാരണം ഒറ്റ തുണിയേ ഉള്ളൂ. അന്നത്തെ കാലമാണല്ലോ, 73. അങ്ങനെ ഈ കാലിൻ്റെ ഈ രോഗം, പിന്നെ കുട്ടികൾ കാണുന്നൊരു വിഷമം, അതുപോലെ ഈച്ചൻ്റെ ശല്യം, ഇതെല്ലാം കൊണ്ട് വല്ലാണ്ട് വിഷമിച്ച് മാണിയൂർ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ് തൃക്കരിപ്പൂരുണ്ട് ഒരു ഡോക്ടർ, ആ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാനോട് പററുന്ന വസിയത്താണ്. ഉപ്പ കാണാണ്ട് എന്നെയും കൂട്ടി ഉപ്പ നാട്ടിൽ പോയപ്പം പോയി ഡോക്ടറെ കാണിച്ച് വന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പം മറ്റ് 10-50 ഉസ്താദന്മാരുണ്ട്, മുത്താലിം, അവരെല്ലാം പോയിട്ട് എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് അബ്ദുള്ളനെയും കൂട്ടിയിട്ട് അഹമ്മദ് ഉസ്താദ്, അതായത് മാണിയൂർ ഉസ്താദ്, ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിനെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അഹമ്മദിനെ ഇങ്ങോട്ട് വിളിക്കും, വല്ല ഗൗരവത്തോടു കൂടി പറഞ്ഞു എന്നോട്. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ മകന് രോഗമായാലും ഞാനല്ല കാണിക്കണ്ടേ, നീ ഇങ്ങനെ എന്നോട് കണ്ട് ഡോക്ടറെ അടുത്ത് കൂട്ടിപ്പോയത്, എന്നിട്ട് മാറിയോന്ന് ചോദിച്ചു. ഇല്ല, ഇന്ന് ഗുളിക കഴിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊന്ന് കാണാം, നീ അവിടെ നിൽക്കുന്ന, നല്ല മഴയുണ്ട്, മഴ പെയ്യുമ്പോൾ ഒരു പാട്ടിയിൽ വെള്ളം എടുക്കാൻ പറഞ്ഞു. നേരെ മഴ പെയ്യുന്ന വെള്ളം, അതിന് മഴവെള്ളം എന്നാണ് പറയൽ. അത് വാങ്ങിയിട്ട് മന്ത്രിച്ചിട്ട് മാണിയൂർ ഉസ്താദിനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഓൻ്റെ കാലിന് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ എൻ്റെ കാലിന് ഒഴിച്ചു തരികയും ചെയ്തു. അങ്ങനെ രാത്രി സമയം തോന്നില്ല. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന ദർസാളിലേക്ക് പോയി പഠിച്ച് 10:30 മണിക്ക് ഉപ്പ വന്നിട്ട് വിളിക്കും ഉറങ്ങാൻ വേണ്ടി. പിന്നെ ഉപ്പ വന്നിട്ട് വിളിച്ച് അബ്ദുള്ളാന്ന് വിളിച്ച്. ഞാൻ പോയി റൂമിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഏത് കാലിനാണ് രോഗമെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, പരതിയിട്ട് കാണുന്നില്ല. 2 കാലം നോക്കുമ്പോൾ ഇത് കാണുന്നില്ല, ഈ വൃണം കാണുന്നില്ല. ഇപ്പം നോക്കിയാൽ അടയാളം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കല മാത്രമുണ്ട്. വല്ലാണ്ട് അത്ഭുതപ്പെട്ട്, വേഗം പറയാടാ, നീയല്ല ഡോക്ടറെ അടുത്ത് പോയത്, വേഗം പറയാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ അഹമ്മദിനെ വിളിക്കുമെന്ന് പറഞ്ഞു, മാണിയൂർ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഓൻ്റെ ഏത് കാലിനാണ് രോഗം? ഉസ്താദ് നോക്കി ഓർക്കും വല്ലാണ്ട് ബറക്കാൻ തുടങ്ങി. ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഇത് കാണുന്നില്ല. അപ്പം പറഞ്ഞു, നീ ഡോക്ടറെ അടുത്തെല്ലാം മുമ്പ് എന്നോട് ചോദിക്കണം, അതുകൊണ്ട് നീ മന്ത്രിച്ചു കൊടുക്കലും എനിക്ക് ഏറ്റവും നല്ലത്. അതാണ് ഇന്നും ഈ കണ്ടത്. അങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ പുസ്തകമായിട്ട് തന്നെ കുറേ ചരിത്രം ഇറക്കുന്നുണ്ട്, ഒരുപാട് കറാമത്തുകൾ. പക്ഷെ കറാമത്തല്ല, ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ദുആക്ക് ഉത്തരം കിട്ടണം. അപ്പോൾ ഓരോ വെള്ളം മുമ്പിൽ വെച്ചിട്ട് ഓരോ സാധാരണ പറയൂ, ഞാൻ വെള്ളം മുമ്പിൽ വെച്ചിട്ട് ഇഷ്ഫി എന്ന് പറയൂ. അപ്പോൾ അതിൻ്റെ ആ കാറ്റ് ഇഷ്ഫി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ഈ വെള്ളത്തിലൊക്കെ പോയി തട്ടും, ആ കാറ്റ് പോയിട്ട് തട്ടും. അപ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളം കുടിക്കുന്നവർക്ക് റബ്ബേ നീ ആ വെള്ളം കുടിക്കുന്നയാളുടെ രോഗം നീ മാറ്റിക്കൊടുക്കണോ, അതാണ് ഇഷ്ഫി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്ക് അനുഭവമുണ്ട്. തൃക്കരിപ്പൂരിൽ നിന്ന് പിന്നെ ഒരു നാട്ടിലേക്ക് വന്നപ്പം ഭക്ഷണത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, മോനെ ഉസ്താദിന് ഭക്ഷണത്തിന് വരുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുക്കണം മന്ത്രിച്ചെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ മറന്നുപോയി. ഭക്ഷണം വാങ്ങി വന്നിട്ട് പിന്നെ ഉമ്മ വിളിച്ച്, എനിക്ക് ഒരു കുപ്പി വെള്ളം കിട്ടാണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ആഷിക്ക് തങ്ങൾ ആരോടോ ഞാൻ പറഞ്ഞ്, റൂമിലുണ്ട്, എൻ്റെ റൂമിലുണ്ട് മന്ത്രിച്ച വെള്ളം, ഇങ്ങനെ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ വേണ്ടി ഉസ്താദ് എടുത്ത് തരുന്നതാണ്, ആ വെള്ളം എടുത്തിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വേഗം റൂം പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് ആ പുറക്കെത്തിച്ച്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മോനെ എന്നെ തോപ്പിച്ചോ, എന്നെ പറ്റിച്ചോ, ആ വെള്ളം ഉസ്താദിൻ്റെ വെള്ളമല്ല. ഞാനെന്ത് ചെയ്യുക, എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞത്, ഉസ്താദിൻ്റെ വെള്ളമാണെങ്കിൽ അത് കുടിച്ചാൽ എൻ്റെ തലവേദന ആ സ്പോട്ടിൽ നിൽക്കും, തലവേദന നിന്നിട്ടില്ല, അപ്പം വെള്ളം അതല്ല. ഞാൻ വേഗം എന്ത് ചെയ്ത് ഓടിപ്പോയിട്ട് റൂം തുറന്ന് നോക്കുമ്പോൾ കുടിക്കാൻ വാങ്ങി വെച്ച കുപ്പി വെള്ളമുണ്ട്, ഉസ്താദിൻ്റെ മന്ത്രിച്ച വെള്ളമുണ്ട്. ഈ കുട്ടി എടുത്തുകൊണ്ട് കൊടുത്തത് ഈ കുപ്പി വെള്ളം, മന്ത്രിച്ച വെള്ളം അവിടെ തന്നെ ഉണ്ട്. അത് വേഗം എടുത്ത് കൊടുത്തേക്കും ചെയ്ത്. ഉമ്മ കുടിച്ചിട്ട് എന്നെ വിളിച്ച് സന്തോഷം പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഈ അനുഭവം പിന്നെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഇന്നലെ ഒരു മുസ്ലിം പേര് മറന്നു അപ്പുറം വന്ന് ഉസ്താദിൻ്റെ അടുത്ത് വെള്ളം കിട്ടായിട്ട് അപ്പുറം വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ടാ പറയുന്നത്, ഇത്ര കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭുതം അതിലില്ലാതിരിക്കില്ല. അത് മാത്രമല്ല, ഈ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉസ്താദിനെ പറ്റി ഒന്നും ഒരു കുറ്റം പോലും പറയുന്നുണ്ട്. അതാണ് അതിലും ഏറ്റവും വലിയ. ഈ കണ്ണൂർ ടൗണിൽ നിന്നുണ്ട് ഈ തുണി വിൽക്കുന്നത്, ഈ തമിഴന്മാർ ഈ തുണി വിൽക്കുന്നിടത്ത് ഞാനൊരു തോർത്ത് വാങ്ങാൻ വേണ്ടി പോയി.
തോർത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള 2 അമുസ്ലിം സുഹൃത്തുക്കൾ മാണിർ ഉസ്താദിൻ്റെ കറാമത്ത് ഇങ്ങനെ പറയുന്നു. എൻ്റെ അച്ഛനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വെള്ളത്തിന് പോയി. അപ്പോൾ ഉസ്താദ് മന്ത്രിച്ച വെള്ളം തരുന്നതിന് മുമ്പേ എനിക്ക് 500 ഉറുപ്പിക എടുത്തു തന്നിട്ട് പോടുന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം മനസ്സില്ലാണ്ട് ഉസ്താദ് വെള്ളം എടുത്ത് കൊടുത്തു. അങ്ങനെ ഇയാൾ പറയുന്നത് ഞാൻ വെള്ളം കൊണ്ട് പോയിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എന്നിട്ട് പറയുന്നത് ഞാൻ ഡോക്ടറെ അടുത്തെല്ലാം പോയി, എനിക്ക് ഈ 500 ഉറുപ്പിക കൃത്യമായിട്ട് എനിക്ക് ചിലവിനെത്തീന്, എൻ്റെ അടുക്കൽ 5 പൈസ ഇല്ല. അപ്പോൾ ഇത് ഈ ഇത് തന്നത് എന്തോ അറിഞ്ഞുകൊണ്ടാണ്, തീർത്ത് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളേറ്റവും വലിയ, നമ്മൾക്കൊക്കെ ഉസ്താദിനോടുള്ള ഏറ്റവും വലിയ മഹബത്ത്, സ്നേഹം എന്താണ്? അത് ശരിയായ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നുണ്ട്. അതാണ് നമ്മൾക്ക് ഒരു തെറ്റുകുറ്റം ഒന്നുമില്ല, ഒരു പൂർണ്ണമായ തഖ്വയുള്ള ഒരാളായിട്ട് ജീവിക്കുന്നു. അതാണ് നമ്മളെ സന്തോഷം, മറ്റു കറാമത്തും ഒന്നുമല്ല.